തൃശ്ശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശ്ശൂർ വെള്ളാനിക്കരയിലാണ് സംഭവം. വെള്ളാനിക്കര സ്വദേശികൾ തന്നെയാണ് ഇവർ. അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരാണ് മരിച്ചത്. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്തെ വെള്ളാനിക്കര സഹകരണ ബ്രാഞ്ചിന് സമീപത്താണ് സംഭവം നടന്നത്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്നും ചേരുന്നു വിശദാംശങ്ങളുമായി. ടെലിഫോണിലാണ് അശ്വിൻ പാലാഴിയുള്ളത്. അശ്വിൻ, എന്താണ് അശ്വിൻ, രാവിലെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ മരണത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക് എന്താ സംഭവിച്ചത്? അതീവ ദുഃഖകരമാണ്. പക്ഷെ എന്താണ് ഈ മരണ കാരണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും ഇതുവരെ ആയിട്ടില്ല. അല്പസമയം മുമ്പാണ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് രണ്ടുപേരുടെയും മൃതദേഹം ഈ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിനകത്ത് കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമ്പസിനകത്ത് തന്നെയുള്ള വെള്ളാനിക്കര സഹകരണ ബാങ്ക് ബ്രാഞ്ചിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇവരെ എന്നുള്ളതാണ് പ്രാഥമികമായുള്ള നിഗമനം. വെള്ളാനിക്കര സ്വദേശികൾ തന്നെയായ അരവിന്ദാക്ഷൻ, ആന്റണി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരും ഇന്നലെ രാത്രി സുരക്ഷാ ചുമതലയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാണ്. എന്താണ് മരണ കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ഇവരുടെ മൃതദേഹം ഇപ്പോഴും ക്യാമ്പസിനകത്ത് തന്നെ തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസും ഫോറൻസിക് വിദഗ്ധരും അടക്കമുള്ള സംഘം ഈ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തുന്നതേയുള്ളൂ. എന്തായാലും വരും നിമിഷങ്ങളിൽ എന്താണ് ഇതിന് പിന്നിൽ നടന്നത്, എന്താണ് മരണ കാരണം, എങ്ങനെയാണ് മരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയുണ്ടാകും. ഇപ്പോൾ പോലീസിന്റെ പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.